വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങി. ജനപ്രതിനിധികളും വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന 10 സംഘങ്ങളായാണ് ദുരന്തം ബാധിച്ച 3 വാർഡുകളിൽ പരിശോധന നടത്തുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് തകർന്ന കെട്ടിടങ്ങളുടെ സ്ഥിതിവിവരങ്ങൾ പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഈ കെട്ടിടങ്ങൾ ഉപയോഗപ്രദമാണോ അല്ലെങ്കിൽ പൊളിച്ചു നീക്കേണ്ടവയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതിനുശേഷം പിന്നീട് സർട്ടിഫിക്കറ്റ് വിശദമായി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമാണ് ഈ സർവേയുടെ ഭാഗമാകുന്നത്. ഏത് രീതിയിലാണ് പരിശോധന നടത്തുന്നത്? ഇവിടെ നിലവിലെ എല്ലാ ബിൽഡിങ്ങുകൾക്കും വലിയ തോതിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിലവിലിതിൻ്റെ ഫിറ്റ്നസ് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു ദൗത്യം. അതിന് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കലക്ട്രേറ്റിൽ നിന്നാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ ആളുകളുണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ജിയോളജിസ്റ്റുകളുണ്ട്. അതിനെല്ലാ ഉദ്യോഗസ്ഥന്മാരും കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായി നഷ്ടപ്പെട്ട ബിൽഡിങ്ങുകളുണ്ട്, കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ച കെട്ടിടങ്ങളുണ്ട്, സാധനങ്ങൾ നഷ്ടപ്പെട്ട കെട്ടിടങ്ങളൊക്കെയുണ്ട്. പിന്നെ ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രയാസമെന്ന് പറയുന്നത് ഇത് കെട്ടിട ഉടമകൾക്ക് കെട്ടിടം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഇതൊക്കെ വാടകയ്ക്ക് എടുത്ത് വാണിജ്യം നടത്തുന്ന ആളുകളുണ്ട്, അവരും പ്രയാസത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അവരിപ്പോൾ നമ്മൾ കൂടെ ഇങ്ങനെ അവർ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ വാടകക്കാർ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ. ഇപ്പോൾ ഇത് മില്ലാണ്, ഇതൊക്കെ ഉടമസ്ഥൻ്റെയാണ്. പല കടകളും വാടകയ്ക്ക് എടുത്താണ്. അവർക്ക് സാധനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കും ആശങ്കകളുണ്ട്. അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ നിലവിൽ ഉള്ള പരിശോധനയിൽ, പ്രാഥമിക പരിശോധനയിൽ എങ്ങനെയാണ് കണക്കാക്കുന്നത്? വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് മേഖലയിൽ? വലിയ നഷ്ടം തന്നെ ഉണ്ടായിട്ടുള്ളത്. കെട്ടിടങ്ങൾ, വീടുകൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ വലിയ തോതിലുള്ള നഷ്ടങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വീടുകളുടെ പരിശോധനയുണ്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ? വീടുകളുടെ ഉണ്ട്. എല്ലാ വീടുകളും പൂർണ്ണമായും ഒരു വാർഡിലുള്ള മുഴുവൻ വീടുകളുമാണ് പരിശോധിക്കുന്നത്. അതിൻ്റെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. എസ്റ്റേറ്റ് പാടികളുണ്ട്, ലയങ്ങളുണ്ട്. ആ ലയങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുന്നുണ്ട്. മാനേജർ ബംഗ്ലാവുകൾ, അവിടെ ആ വാർഡിൽ ഇപ്പോൾ 10-ാം വാർഡാണെങ്കിൽ 10-ാം വാർഡിലുള്ള മുഴുവൻ വീടുകൾ, വീടും കെട്ടിടങ്ങളെല്ലാം നോക്കുന്നുണ്ട്. 12-ാം വാർഡിലെ മുഴുവൻ കെട്ടിടങ്ങൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ 11-ാം വാർഡ് മുണ്ടക്കായ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള മുഴുവൻ കെട്ടിടങ്ങളും, അവിടെ എല്ലാ മൂന്ന് വാർഡിൻ്റെയും പൂർണ്ണമായിട്ട് നോക്കുന്നത് ഇത്തരം വാർഡുകളിലെ 3 വാർഡിൻ്റെയാണ്. പരിശോധന ഇപ്പോൾ ഇന്നാണ് തുടങ്ങിയത്. എപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും? ഇത് ഇന്ന് രാവിലെ 7 മണിക്കാണ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയത്. അവർ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 8 മണിയോടുകൂടി ഇവിടെ എത്തി. 6 മണി വരെ അവർ തുടർന്ന് മുൻപോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏകദേശം ഒരു ബിൽഡിങ്ങിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് വരുമ്പോൾ തന്നെ 10 മിനിറ്റിലേറെ സമയം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ടീമിന് 10 ടീമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 10 ടീമിൽ ഒരു ടീമിനെ 180ഓളം വീടുകളുടെ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 10 മിനിറ്റ് കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ പര്യാപ്തമല്ല സമയം. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായും ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ചില സ്ഥലത്ത് ഇപ്പോൾ പൂർണ്ണമായും റിപ്പോർട്ട് നമ്മൾ ആധികാരികമായ റിപ്പോർട്ടാണല്ലോ തയ്യാറാക്കുന്നത്, അത് വളരെ ക്ലിയർ ആയിട്ടുള്ളത്. അപ്പോൾ അത് പരിശോധിച്ച് വരുമ്പോഴുള്ള സമയം എടുക്കുന്നുണ്ട്. ഇനി എസ്റ്റേറ്റ് ലയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു നാശവും സംഭവിക്കാത്ത വീടുകളുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ റിപ്പോർട്ട് എഴുതുമ്പോൾ അവരുടെ പേര്, അഡ്രസ്സ് അതൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നു. അതായത് ഈ ദുരന്ത ബാധിത മേഖലയ്ക്ക് തൊട്ട് പുറത്ത് ഒരുപക്ഷെ വെള്ളമെത്തിയ വീടുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പരിശോധനയുണ്ട്? ഉണ്ട്. അതായത് ആ വാർഡിലെ പൂർണ്ണമായും എല്ലാ വീടുകളും പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും റിപ്പോർട്ട് പെട്ടെന്ന് 10 സംഘമായി 3 വാർഡിലാണ്, മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡിലാണ് പരിശോധന നടത്തുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയിക്കുന്നത്.